എന്താ അല്ലേ ലോകത്തൊക്കെ നടക്കുന്നത്? എന്താ നിത്യ ഉദ്ദേശിച്ചേ? അല്ല, ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ വെനസ്വേലിയൻ പ്രസിഡന്റിനെ അർദ്ധരാത്രി പോയിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നതൊക്കെ? ശരിക്കും ഇത് ഒരു ഇന്റർനാഷണൽ ലോയുടെ വയലേഷൻ അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ? ട്രംപിന് എന്ത് ഇന്റർനാഷണൽ ലോ? പക്ഷെ ഈ ട്രംപ് പറയുന്ന പോലെ ഡ്രഗ് ട്രാഫിക്കിംഗ് മാത്രമാണോ ഇതിനൊരു മേജർ റീസൺ? അമേരിക്ക പറഞ്ഞിട്ടുള്ള റീസൺസ് പലതാണ്. ഡ്രഗ് ട്രാഫിക്കിംഗ് അതിൽ ഒന്ന് മാത്രമാണ്. അമേരിക്ക പറഞ്ഞിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ വെനിസ്വേലയിലെ ഡെമോക്രാറ്റിക് റീസ്റ്റോറേഷൻ. ഓക്കെ, പിന്നെ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് ഈ ഡ്രഗ് ട്രാഫിക്കിംഗ്. മറ്റൊന്ന് പ്രധാനമായി പറഞ്ഞൊരു കാര്യമാണ് വെനിസ്വേലയിൽ നിന്ന് അമേരിക്കയിലോട്ട് വരുന്ന അൺകൺട്രോൾ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അമേരിക്കയ്ക്ക് പല പല റീസൺസ് ഉണ്ട്. അമേരിക്ക അതിന് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു മൺറോ ഡോക്ട്രൈൻ ആണ്. 1829 മറ്റേയാന്ന് തോന്നുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അന്നത്തെ യൂറോപ്യൻ പവേഴ്സിനോട് വെസ്റ്റേൺ ഹെമിസ്ഫിയർ, അതായത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയിൽ നിന്നും വിട്ടു നിൽക്കാൻ പറഞ്ഞു. ആൻഡ് ഇൻ റിട്ടേൺ US വുഡ് സ്റ്റേ ഔട്ട് ഓഫ് യൂറോപ്പ്. ഓക്കെ, അതൊരു നോൺ ഇന്റർവെൻഷൻ പോളിസി ആയിരുന്നു. പിന്നീട് കോൾഡ് വാറിന്റെ സമയത്ത് റൊണാൾഡ് റീഗൻ പറഞ്ഞു, അതായത് വെൻ എവർ ദർ ഈസ് എ ലെഫ്റ്റിസ്റ്റ് സോഷ്യലിസ്റ്റ് ഓർ എൻ ആന്റി US government in the western hemisphere, particularly in the Latin America, America will do direct military intervention. റീഗൻ കൊറോളറി. ഓക്കെ, അപ്പോൾ ഈ മൺറോ ആൻഡ് റീഗൻ ഡോക്ട്രൈൻ്റെ, അതായത് 19th and 20th സെഞ്ചുറിയിലുള്ള ഈ രണ്ട് ഡോക്ട്രൈൻ്റെ 21st സെഞ്ചുറി അപ്ലിക്കേഷൻ ആണ് ട്രംപ് ഇവിടെ നടന്നത്. അതാണോ ഡോൺറോ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വെസ്റ്റേൺ മീഡിയസ് പറയുന്നത്? യെസ്, ട്രംപിന് എല്ലാ കാര്യത്തിലും താൻ്റെ പേര് സിഗ്നേച്ചർ വേണമെന്നുണ്ട്. സോ മൺറോനെ ഡോൺറോ എന്ന് അദ്ദേഹം തന്നെ ഇൻഫോർമലായി വിശേഷിപ്പിച്ചതാണ്. സോ അത് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നിക്കോളാസ് മദൂറോ ഇസ് നോ സെയിന്റ്. പക്ഷേ ട്രംപ് പറയുന്ന ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും ആക്സെപ്റ്റബിൾ അല്ല. ഒരു ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് ഓർഡറിൽ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ബേസിക്കലി ട്രംപ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മൈഗ്രേഷൻ. ഡ്രഗ് ട്രാഫിക്കിംഗ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, കൊളംബിയയും മെക്സിക്കോ ആണ് ഏറ്റവും വലിയ ഡ്രഗ് ത്രെട്ട് അമേരിക്കയ്ക്കുള്ള. സോ വെനിസ്വേല ഡസൻ കം ടു ദ പിക്ചർ. പിന്നെ മൈഗ്രേഷൻ, എന്തുകൊണ്ടാണ് മാമിന് അറിയാവോ എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും ആളുകൾ വെനിസ്വേലയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതെന്ന്? ഒരു എക്കണോമിക് കൊളാപ്സ് ആണ് റീസൺ. പക്ഷെ വെനിസ്വേല വാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ബിഫോർ, അല്ലെ? കുറെ വർഷങ്ങൾക്ക് ഒരു ഡെക്കേഡ്സ് എഗോ ഇറ്റ് വാസ് ഇത്രയും ഓയിൽ റിസർച്ച് ഒക്കെ ഉള്ള രാജ്യമായിരുന്നു. പക്ഷെ ഓൾ ഓഫ് എ സഡൻ വൈ ഡിഡ് വെനിസ്വേലൻ ഇക്കോണമി കൊളാപ്സ്ഡ്? എന്തായിരുന്നു അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത്? Venezuela was one of the richest country because it has the world's largest proven oil reserves. പക്ഷേ ആ ഓയിലാണ് അവരുടെ 90% റവന്യൂ സോഴ്സ്. പക്ഷേ അമേരിക്കയുടെ ഇക്കണോമിക് സാങ്ഷൻ കാരണം വെനിസ്വേലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ ഓയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്ത്യ തന്നെ 3 to 4% ഓഫ് ദി ഇന്ത്യൻ ഇമ്പോർട്ട്സ് വേർ ഫ്രം വെനിസ്വേല. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ഇന്ത്യ സാങ്ഷൻസ് മേടിച്ച് ഇന്ത്യ മേടിക്കാതെ, അങ്ങനെ പല രാജ്യങ്ങളും മേടിക്കാതെ ആയപ്പോൾ റഷ്യയും ചൈനയും മാത്രമായി അവരുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ, ഇപ്പൊ US സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ തന്നെയാണ് വെനസ്വേലയിൽ നിന്ന് നടക്കുന്നത് എന്നുള്ളത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. യെസ്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. US സ്പോൺസർ ചെയ്ത മൈഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ ക്രൈസിസ്, പിന്നീട് അതേ മൈഗ്രേഷന്റെ പേരും പറഞ്ഞ് US വെനസ്വേലയെ അറ്റാക്ക് ചെയ്യും. സർ, എനിക്ക് അതുപോലെ തന്നെ തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് സംബഡി ഈസ് ഒരു US പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തേക്ക് ആക്രമിക്കുന്നത്, അല്ലെ? പക്ഷേ ഇത് നമ്മൾ മുമ്പ് ഇറാഖിൽ സംഭവിച്ചിരുന്നു, അതുപോലെ പനാമയിൽ സംഭവിച്ചിരുന്നു. ബട്ട് വൈ ഈസ് എവ്രിവൺ ആഫ്റ്റർ ഡൊണാൾഡ് ട്രംപ് നൗ? ട്രംപ് ചെയ്തപ്പോൾ മാത്രം അതെന്തുകൊണ്ട് ഒരു ഇഷ്യൂ ആയി മാറി? ട്രംപ് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് അമേരിക്ക ആദ്യമായി ചെയ്തതല്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇറാഖിലും നമ്മുടെ ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാനിലായാലും പല സ്ഥലത്ത് അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ഇടപെടൽ ഇതിനു മുമ്പ് ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് വാസ് ഇൻ 1989 ഇൻ പനാമ. മാനുവൽ നറേഗ എന്ന് മറ്റേ പറഞ്ഞ് അവിടുത്തെ രാഷ്ട്രതലവനെ ഇതേപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അമേരിക്കയിലെ കോടതിയിൽ എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്ത് ട്രയലിന് വിധേയമാക്കി. സോ അത് ഒരിക്കൽ നടന്നാണ്. അമേരിക്ക എപ്പോഴും റെജിം ചേഞ്ച് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പക്ഷെ 21st സെഞ്ചുറിയിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ആക്ട് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ട്രംപിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഹീസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ. പക്ഷെ ട്രംപാണ് പീസ് പ്രൈസിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തി ഇത് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി പാരഡോക്സ്. ഒരു സൈഡിൽ പീസ് പ്രൈസ് വേണമെന്ന് പറയുന്നു, മറ്റൊരു സൈഡിൽ എന്താണ് ഇറാനിൽ ബോംബിടുന്നു. ഇപ്പോൾ ഇറാനിലെ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ വേണമെങ്കിൽ ഇടപെടൂ എന്ന് പറയുന്നു. സോ വളരെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ട്രംപിന്റെ അൺപ്രഡിക്റ്റബിലിറ്റിയും ഇപ്പോഴത്തെ US പോളിസിയൊക്കെ
ഇന്ത്യനെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ സ്റ്റാറ്റസിനെ, ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിനെ അത് ബാധിച്ചിട്ടുണ്ട്? ആ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം വെനസ്വേല ആണെങ്കിൽ തന്നെയും വെനസ്വേല ഒരു സോഷ്യലിസ്റ്റ് റെജീം ഫോളോ ചെയ്തിരുന്ന ഒരു കൺട്രിയാണ്. അവർ ബ്രിക്സിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കൺട്രിയും കൂടിയാണ്. പക്ഷെ ആ ഒരു സമയത്തും നമുക്കൊരു സ്റ്റാൻഡ്, ഒരു ഗ്ലോബൽ സ്റ്റാൻഡ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ ഇന്ത്യക്ക് നിലവിലുണ്ട്. പലപ്പോഴും പല കേസസിലും ഇപ്പം നമ്മൾ യുക്രൈൻ റഷ്യ ഒരു ഇഷ്യൂ വന്ന സമയത്തും നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വി ചോസ് ടു റിമെയിൻ സൈലന്റ് എന്നുള്ളൊരു രീതിയിലേക്ക് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മാറുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലും. ഇന്ത്യയുടെ ട്രഡീഷണൽ പൊസിഷൻസ് പലപ്പോഴും യു എസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഇപ്പം തന്നെ ട്രംപ് ആണെങ്കിലും വീണ്ടും നമ്മൾക്ക് നേരെ ടാരിഫിൻ്റെ ത്രെട്ട് ഉണ്ട്. യെസ്, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി ഭാവിയിൽ എന്താകും എന്നറിയില്ല. വെനസ്വേലൻ ക്രൈസിസ് ഇപ്പം തുടങ്ങി വെച്ചു ട്രംപ്. ഇനി ഇറാനിൽ ട്രംപ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടഫ് ടൈംസ് അഹെഡ് അല്ലേ? അതെ. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്, ഇത്രയധികം ഓയിൽ റിസർച്ച് ഉള്ളൊരു കൺട്രി, പക്ഷെ എന്നിട്ടും അവിടെ മേജർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ആകെ ചൈനയും റഷ്യൻ ഫ്യൂ കമ്പനീസ് മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ, വൈ എവറി അതർ കൺട്രി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വെനസ്വേല? മറ്റ് രാജ്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, ഈവൻ ഇന്ത്യ ഹാഡ് സം ഇൻട്രസ്റ്റ്. ഹ്യൂഗോ ഷാവേസിന്റെ സമയത്ത് തൊട്ട് ദർ ഇസ് എ ഹൈ സെൻട്രലൈസേഷൻ, യു ക്യാൻ ടെൽ സം കൈൻഡ് ഓഫ് എ നാഷണലൈസേഷൻ ഉണ്ടായിരുന്നു അവിടെ. അതൊരു പ്രശ്നം. പിന്നെ അമേരിക്കയുടെ സാങ്ഷൻസ് പേടിച്ചും പല രാജ്യങ്ങൾ അവിടെ, ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ അവിടെ ഓയിൽ എക്സ്പ്ലോറേഷന് ONGC വിദേശിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇൻഫാക്ട് വി മേഡ് സം മൂവ്സ് ഓൾസോ. പക്ഷേ സാങ്ഷൻസ് ഭയന്ന് നമ്മൾ പുറകോട്ട് വന്നു. പിന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ എന്താണ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും അവിടുത്തെ ക്രൂഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഹെവി ക്രൂഡ് ഓയിലാണ്. അപ്പോൾ അതിൻ്റെ റിഫൈൻമെൻറ്റിന് വേണ്ട ടെക്നോളജിയും ഡിഫറെൻ്റ് ആണ്. ഇൻഫാക്ട് US ഹാസ് ഇറ്റ്. US-ൻ്റെ ഗൾഫ് കോസ്റ്റിലെ റിഫൈനറീസ് ആർ വെൽ എക്യുപ്ഡ് ടു ഡു ദാറ്റ്. പക്ഷേ മറ്റ് പല രാജ്യങ്ങളുടെയും റിഫൈനറീസിന് ഈ എക്സ്ട്രാ ഹെവി ക്രൂഡിനെ റിഫൈൻ ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല. ഇവിടെ പറയുമ്പോൾ എക്കണോമിക് സാങ്ഷൻസിനോടൊപ്പം തന്നെ അമേരിക്ക ടെക്നോളജിക്കൽ സാങ്ഷൻസും വെനിസ്വേലയുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെനിസ്വേലയ്ക്കായാലും മറ്റ് രാജ്യങ്ങൾക്കായാലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എക്കണോമിക്കലിയും ടെക്നോളജിക്കലിയും പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് ഫോർ റഷ്യ ആൻഡ് ചൈന ദേ ആർ ഓൾറെഡി ആൻ അഡ്വേഴ്സറി. സോ അവർക്ക് വലിയ കാര്യമില്ല, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കും ഈ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അവരുടെ കയ്യിലും ഇല്ല. മാഡത്തിന് എന്ത് തോന്നുന്നു, ലോങ് ടേമിൽ ഇതിൻ്റെ എല്ലാം ഒരു എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്തായിരിക്കും ഇന്ത്യയുടെ മേൽ? ഒന്നെന്ന് പറയുന്നത്, നമുക്കിപ്പം നമ്മുടെ ഇമ്പോർട്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു 2014 വരെയൊക്കെ അപ്രോക്സിമേറ്റ്ലി 2-3% ഓഫ് ദ ക്രൂഡ് ഓയിൽ ആണ് നമ്മൾ വെനസ്വേലയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ കറന്റ് നമ്മളൊരു നിയർലി വളരെ നെഗ്ലിജിബിൾ ക്രൂഡ് ഓയിൽ റിലേഷൻഷിപ്പ്, ട്രേഡ് റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് വെനസ്വേല ആയിട്ടുള്ളൂ. പക്ഷേ ഷോർട്ട് റണ്ണിൽ ഇത് വലിയൊരു ഇംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കത്തില്ല, ബിക്കോസ് ആർ ട്രേഡ് റിലേഷൻഷിപ്പ് വെനസ്വേല ഇസ് വെരി നെഗ്ലിജിബിൾ. പക്ഷെ ലോങ് ടേമിൽ ഇത് ഒരുപാട് ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടാനായിട്ടൊരു റീസൺ ആവും. പെർ ബാരലിന് $10 പെർ ബാരൽ വരെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് എക്കോണമിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എസ്റ്റിമേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ വിൽ ബി ഹയർ. അങ്ങനെ ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ഹയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൊമസ്റ്റിക് ഒരു ഡെവലപ്പിംഗ് കൺട്രീസിലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ദേ ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ അതർ കൺട്രീസ് വിച്ച് ഗീവ്സ് ദം ഹയർ റിട്ടേൺസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, കൺട്രീസിൽ നിന്ന് ഒരു ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയ്ക്ക് ഇതൊരു റീസൺ ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടാനുള്ള റീസൺ ആണ്. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ഇത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലേഷൻ വിൽ ഓൾസോ ബി വെരി ഹയർ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൂടും. നമ്മുടെ പഴങ്ങൾ, പച്ചക്കറികൾ, നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും വില ഇൻ ഫ്യൂച്ചർ അത് കൂടാനുള്ളൊരു സ്വാഭാവികമായിട്ടും അത് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഗോൾഡും സിൽവറും ഒരു സേഫ് ഹാവൻസ് ആയിട്ട് മാറി കൂടുതൽ ഗോൾഡ് ആൻഡ് സിൽവറിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് റഷ്യ യുക്രൈൻ വാർ സംഭവിച്ച സമയത്തും ഗോൾഡിന്റെ ഡിമാൻഡ് വളരെയധികം കൂടി. അപ്പം കാരണം ഒരു ഡോളറൈസേഷന്റെ ഭാഗമായിട്ട് ആളുകൾ കറൻസിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആളുകൾ കുറച്ചിട്ട് കൂടുതൽ സേഫ് ആയിട്ടുള്ള ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ള ഗോൾഡിലേക്കും സിൽവറിലേക്കും ആളുകൾ കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സും ഇവിടെ നടക്കുന്നുണ്ട്. സോ അതാണ് ഒരു എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയാൻ കഴിയുന്നത്. മാഡം ഈ പെട്രോളിയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്
അമേരിക്കയാണല്ലോ ഇപ്പോൾ പെട്രോൾ ഓർഡേഴ്സ് ആണ് ഈ ഗ്ലോബൽ ട്രേഡ്, പെട്രോളിയം ട്രേഡ് കൺട്രോൾ ചെയ്യുന്നത്. വെനിസ്വേലയ്ക്ക് ബ്രിക്സിന്റെ ഭാഗമാകണമെന്നും ബ്രിക്സിന് തന്നെ ഒരു ബ്രിക്സ് കറൻസി അതെ. അല്ലെങ്കിൽ ഡോളറിനെ റീപ്ലേസ് ചെയ്ത് ഒരു കറൻസി അല്ലെങ്കിൽ ഡീ ഡോളറൈസേഷൻ നടത്തി പെട്രോൾ ആൻഡ് ഡോളർ ആ ലിങ്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ. സോ ഇത്രയും വലിയ ഓയിൽ റിസർവ് ഉള്ള ഒരു വെനിസ്വേല ബ്രിക്സിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ബ്രിക്സ് ആ ലക്ഷ്യത്തിലോട്ട് വേഗം എത്തും എന്നുള്ളൊരു ഭയം കൊണ്ടും കൂടി ആകാം ട്രംപ് ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഓൾറെഡി ട്രംപ് ഹാഡ് ഹിസ് ടാർഗറ്റ്. മേ ബി ഇതായിരിക്കും ആ ഒരു സ്പാർക്ക്, ഒരു സഡൻ ആക്ഷന് വേണ്ട ഒരു സ്പാർക്ക് അതും ആയിക്കൂടെ. അതെ അതെ തീർച്ചയായിട്ടും അതൊരു റീസൺ ആകാം. സാറിന് തോന്നുന്നുണ്ടോ ട്രംപ് വെനസ്വേല കൊണ്ട് നിർത്തുമെന്നുള്ളത്? ഇല്ല, ട്രംപ് ഇപ്പോൾ തന്നെ ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുന്നു, പറയുന്നുണ്ട്. ഇറാനിനെ കുറിച്ച് പറയുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ചൈനയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കുള്ള ലൈസൻസ്. ഇപ്പം ചൈന ഏത് നിമിഷവും തായ്വാനെ ഇതേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇത്തരം ഒരു സിമിലർ ഡോക്ട്രൈൻ അവരുണ്ടാക്കിയിട്ട് അവർ തായ്വാനെ പിടിച്ചെടുക്കാം. അരുണാചൽ പ്രദേശിന്റെ മേൽ അവർക്ക് കണ്ണുണ്ട്. സോ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റിയും ഇന്ത്യക്കാണെങ്കിലും അവരുടെ നെയ്ബേഴ്സിന് പുതിയതായ എന്താണ് ഒരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു ധൈര്യമാണ് ട്രംപ് കൊടുക്കുന്നത്. ഇനി നോക്കി തന്നെ കാണണം ഭാവിയിൽ എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. അതെ അതെ ട്രംപ് ഉറങ്ങി ഇരിക്കുമ്പം ട്രംപിനെ വേറെ ആരും ആക്രമിക്കാൻ തോന്നാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ? അതെ, ട്രംപിന് അത് ആവാം, അതെ. പക്ഷെ മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ ട്രംപ് സമ്മതിക്കില്ല. അതാ അമേരിക്കയുടെ ഹിപ്പോക്രസി ലോകത്തിന് അറിയാവുന്നതാണല്ലോ. എനിവേ ലെറ്റ്സ് സീ എന്താകുന്നു. Gallant IAS, chasing your passion to ace.